പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് കരിയർ എടുത്താലാണ് എൻ്റെ കുട്ടി രക്ഷപ്പെടുക, ഏത് കോഴ്സ് എടുത്താലാണ് എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുക, ഏത് സ്ഥാപനത്തിൽ ചേർന്നാലാണ് എനിക്ക് നല്ല ഭാവി ഉണ്ടാവുക. ഇതൊക്കെ ഒരു കോമൺ ചോദ്യങ്ങളാണ്. സത്യത്തിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളത്, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോയാലും രക്ഷപ്പെടാൻ സാധ്യതയൊന്നുമില്ല. ഒരു കരിയർ എടുത്താലും നമ്മൾ അങ്ങനെ വല്ലാതെ പ്രതീക്ഷയോടുകൂടി സ്വപ്നത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. നിങ്ങളെടുക്കുന്ന കരിയർ അത് ഏതാണെങ്കിലും, അത് എല്ലാവരും ഡോക്ടർമാരായി രക്ഷപ്പെട്ടതുകൊണ്ട് ഞാൻ ഡോക്ടർ ആവട്ടെ എന്ന് കരുതിയാൽ രക്ഷപ്പെടണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ദർ ഇസ് നോ ഗ്യാരണ്ടി ഫോർ ദാറ്റ്. എല്ലാവരും എഞ്ചിനീയർമാരായി, അതുകൊണ്ട് ഞാനും എഞ്ചിനീയർ ആവട്ടെ, അപ്പോൾ എൻ്റെ കരിയർ സെറ്റാവുമെന്ന് വിചാരിച്ചാൽ സാധ്യതയേ ഇല്ല. നിങ്ങളുടെ കരിയർ അവർക്ക് സെറ്റായതുകൊണ്ട് നമുക്കത് ഫിറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. എല്ലാവരും സിവിൽ സർവീസിന് പോകുന്നു, ഞാനും ആ വഴിക്ക് തന്നെ പോവാണ്, എൻ്റെ ലൈഫ് അതോടുകൂടി കരപിടിക്കും അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വേസ്റ്റ്. നിങ്ങളുടെ ലൈഫ് മറ്റൊരാൾ വിജയിച്ചതുകൊണ്ട് വിജയിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കരിയർ മറ്റൊരാൾ പോകുന്ന കരിയർ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടണമെന്നില്ല. ദ ക്വസ്റ്റ്യൻ ഓർ ദ ആൻസർ ഈസ് the profession or the career which you choose, whether it is your passion or not. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കരിയർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കരിയർ ആണോ അല്ലയോ? നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ലേണിംഗ് പോസിബിലിറ്റി അതെത്ര ചെറുതാവട്ടെ, ആരും തിരഞ്ഞെടുക്കാത്ത വ്യത്യസ്തമായൊരു വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഇറ്റ് മേ ബി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിൽ നിങ്ങൾക്ക് പാഷൻ ഉണ്ടോ, അതിൽ നിങ്ങൾ സീരിയസ് ആണോ, അതിൽ നിങ്ങൾ സിൻസിയർ ആണോ, അതിൽ നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമോ, എങ്കിൽ നിങ്ങളുടേതാണ് ആ കരിയർ. ഇനി അതല്ല, ആയിരക്കണക്കിന് മനുഷ്യർ വിജയിച്ചൊരു കരിയറാണ് ഞാൻ തിരഞ്ഞെടുത്തത്, പക്ഷെ ഐ എം നോട്ട് പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല, ഞാനതിന് വല്ലാതെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കണ്ടിട്ടൊന്നുമില്ല, അതിലങ്ങനെ ഇൻവോൾവ് ഒന്നുമല്ല. അങ്ങനെയെങ്കിൽ നിങ്ങളതല്ല, നിങ്ങൾക്ക് ആ കരിയർ കൊണ്ട് വലിയ രക്ഷപ്പെടാനോ മെച്ചപ്പെടാനോ സാധിക്കണമെന്നില്ല. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കുക, ഇങ്ങനെ കരിയർ ചൂസ് ചെയ്ത ആളുകളൊക്കെ പലയിടത്തും ജോലിക്ക് വേണ്ടി പലയിടത്തും എത്തിപ്പെട്ടു. ഇന്ന് ആ ജോബ് മാർക്കറ്റിൽ ഏറ്റവും സ്റ്റാഗ്നേഷൻ അനുഭവിക്കുന്ന, അൺസെർട്ടനിറ്റി അനുഭവിക്കുന്നത് എഡ്യൂക്കേറ്റഡായ ആളുകൾ പോലുമാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എടുത്ത് നോക്കിയാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ലോക രാജ്യങ്ങൾക്കിടയിൽ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. എന്ന് പറഞ്ഞാൽ വിവരമുള്ള മനുഷ്യന്മാർക്കിടയിൽ പണിയില്ലാത്തവരുടെ എണ്ണം കൂടുതലുള്ള രാജ്യം. എഡ്യൂക്കേറ്റഡ് ആണ്, എംപ്ലോയ്മെൻ്റ് ഇല്ല. PG ഉണ്ട്, എംപ്ലോയ്മെൻ്റ് ഇല്ല. എഞ്ചിനീയർ ആണ്, പണിയില്ല. ഡോക്ടറാണ്, പണിയില്ല. MBA ഉണ്ട്, പണിയില്ല. അല്ലെങ്കിൽ വേറെ ഏതൊക്കെ മാസ്റ്റേഴ്സ് കഴിഞ്ഞു, ജോലിയില്ല. ഏത് കരിയർ എടുത്ത് കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്തവരുടെ എണ്ണം കൂടിയാൽ അത് നാട്ടിലുണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ആ ഇൻസെക്യൂരിറ്റി ഏറ്റവും പീക്ക് ലെവലിൽ നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് നമ്മുടേത്. എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്കിടയിൽ അൺഎംപ്ലോയ്മെൻറ്റ് പെരുകുന്നു.